മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഗ്രീസിലും ഇസ്രായേലിയർക്കിടയിലുമെല്ലാം പ്രചാരത്തിലുണ്ടായിരുന്ന ഭ്രൂണ പരിണാമ ഘട്ടങ്ങളെക്കുറിച്ച അറിവുകൾ സ്വാംശീകരിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ നടത്തിയത് എന്നതിനാൽ ആണ് ഖുർആനിൽ ഭ്രൂണ പരിണാമ ഘട്ടങ്ങളെക്കുറിച്ച കൃത്യമായ പരാമർശങ്ങൾ ഉണ്ടായത് എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ഈ വാദമുണ്ടാകുന്നത് ഡോക്ടർ മോറിസ് ബുക്കായി, ഡോക്ടർ കീത്ത് മൂറുമെല്ലാം പരിശുദ്ധ ഖുർആനിലെ ഭ്രൂണ ഘട്ടങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അവ കൃത്യവും സൂക്ഷ്മവും ആധുനിക ശാസ്ത്രീയ പഠനങ്ങളുമായി പൂർണ്ണമായി യോജിച്ചു വരുന്നതുമാണ് എന്ന വസ്തുത ഉറക്കെ പറഞ്ഞപ്പോൾ അതിനുള്ള മറുമരുന്ന് എന്നുള്ള നിലക്കാണ്. ഈ പരാമർശങ്ങളുടെ കൃത്യത യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപാടുകൾ വന്നു എന്നതിന്, ദൈവികമായ അറിവുകൾ ലഭിച്ചു എന്നതിന് തെളിവല്ല എന്നും സമകാലികമായ അറിവുകളെ സ്വാംശീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത് മാത്രമാണത് എന്നുമാണ് വാദം. ഈ വാദം നമുക്ക് പരിശോധിക്കാം. ലഭ്യമായ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പുരാതനമായി ഭ്രൂണ ഘട്ടങ്ങളെക്കുറിച്ച അറിവ് നൽകുന്ന ഗ്രന്ഥം ക്രിസ്തുവിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന ഗർഭോപനിഷത്താണ്. കൃഷ്ണ യജുർവേദത്തിന്റെ സംന്യാസ ഉപനിഷത്തായി കരുതപ്പെടുന്ന ഗർഭോപനിഷത്ത് പിപ്പിലാദ മഹർഷി രചിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഭ്രൂണത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് സ്ത്രീ പുരുഷന്മാരുടെ ഭ്രൂണ നിർമ്മാണത്തിലുള്ള പങ്കിനെക്കുറിച്ച് എല്ലാം കൃത്യമായ വീക്ഷണം അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഗർഭോപനിഷത്ത്. ഗർഭോപനിഷത്തിൽ വളരെ വിശദമായി 2, 3, 4 വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ സംശീകരിക്കാം. വിവിധങ്ങളായ പദാർത്ഥങ്ങളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന രസത്തിൽ നിന്ന് രക്തവും, അതിൽ നിന്ന് മാംസവും, അതിൽ നിന്ന് മേധസ്സും, അതിൽ നിന്ന് സ്നായുവും, അതിൽ നിന്ന് അസ്ഥിയും, അതിൽ നിന്ന് മജ്ജയും ഉണ്ടാകുന്നു. മജ്ജയിൽ നിന്നാണ് ശുക്ലമുണ്ടാകുന്നത്. 2, പുരുഷന്റെ ശുക്ലവും സ്ത്രീയുടെ ആർത്തവരക്തവും അഥവാ ശോണിതവും ചേർന്നാണ് ഗർഭമുണ്ടാകുന്നത്. 3, ഋതുസമയത്ത് ഉചിതമായ രീതിയിൽ ഗർഭധാരണം നടന്നാൽ ശുക്ലവും ശോണിതവും ചേർന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് കലലമായി പരിണമിക്കും. 4, ഗർഭസ്ഥ ശിശു 7 രാത്രികൾ കൊണ്ട് ബുദ്ബുദവും 15 ദിവസങ്ങൾ കൊണ്ട് പിണ്ഡാകാരവും 1 മാസം കൊണ്ട് കഠിനവുമായി തീർന്നു. 5, 2 മാസം കൊണ്ട് തലയും 3 മാസം കൊണ്ട് കാലും 4 മാസം മുട്ടുകളും അരയും വയറും 5 മാസം പൃഷ്ഠം, നട്ടെല്ല് എന്നിവയും രൂപപ്പെടുന്നു. 6 മാസത്തിലാണ് വായി, മൂക്ക്, ചെവി, കണ്ണുകൾ എന്നിവ രൂപപ്പെടുന്നത്. 7 മാസത്തിൽ കുഞ്ഞ് ജീവസ്പന്ദത്തോടെ പുഷ്ടിപ്പെടുന്നു. 8, പരിപൂർണ ശരീരം രൂപം പ്രാപിക്കുന്നത് 8 മാസത്തിലാണ്. 9, ശുക്ലമാണ് അധികമെങ്കിൽ ആൺകുഞ്ഞും ആർത്തവരക്തമാണ് അഥവാ ശോണിതമാണ് അധികമെങ്കിൽ പെൺകുഞ്ഞും, രണ്ടും തുല്യമാണെങ്കിൽ നപുംസകവുമാണ് ഉണ്ടാവുക. 10, സ്ത്രീ പുരുഷ സംയോഗം നടക്കുന്ന ശന്ദർഭത്തിലെ ദമ്പതിമാരുടെ മനോവ്യഥ കാരണമാണ് കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാകുന്നത്. 11, വായുവിനാൽ ശുക്ല ശോണിതങ്ങൾ ഭേദിക്കപ്പെടുന്നതിനാലാണ് ഇരട്ടകളും മറ്റുമുണ്ടാകുന്നത്. 12, ജ്ഞാനേന്ദ്രിയാദികൾ ചേർന്ന് ശിശു പൂർണ്ണത പ്രാപിക്കുന്നത് 9 മാസത്തിലാണ്. ഈ പരാമർശങ്ങൾ എത്രത്തോളം കൃത്യമാണെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. സ്ത്രീയുടെ ആർത്തവരക്തവും പുരുഷന്റെ ബീജവും കൂടിച്ചേർന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്നും അത് ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ലിംഗ നിർണയത്തിന് കാരണമെന്താണെന്നും ഓരോ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും വളരെ വ്യക്തമായി തന്നെ പരാമർശിക്കുന്ന പിപ്പിലാദ മഹർഷിയുടെ ഗർഭോപനിഷത്തിലെ പരാമർശങ്ങൾ കൃത്യമല്ലെന്ന് ഇന്ന് നമുക്കറിയാം. ഇതിനുശേഷം പിന്നീട് ഈജിപ്തുകാരുടെ സങ്കല്പമാണ്. ഈജിപ്തുകാരുടെ
സങ്കല്പപ്രകാരം പുരുഷന്റെ വിത്തും സ്ത്രീയുടെ വിത്തും കൂടിച്ചേർന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇസ്രായേലിയരുടെ സങ്കല്പം. ഇസ്രായേലിയർ എങ്ങനെ വിശ്വസിച്ചിരുന്നു എന്ന് ബൈബിൾ പഴയ നിയമത്തിൽ നിന്ന് കൃത്യമായൊരു ചിത്രം ലഭിക്കില്ലെങ്കിലും ചില സൂചനകൾ നമുക്ക് ലഭിക്കും. ബൈബിൾ പഴയ നിയമത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥമായി മനസ്സിലാക്കപ്പെടുന്നത് ഭാഷാശാസ്ത്ര പ്രകാരം ഇയ്യോബിന്റെ പുസ്തകമാണ്, ദ ബുക്ക് ഓഫ് ജോബ്. ഇയ്യോബിന്റെ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 10-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. കളിമണ്ണുകൊണ്ടാണ് അങ്ങ് എന്നെ തട്ടിച്ചളന്ന് അനുസ്മരിക്കണമേ. പൊടിയിലേക്കു തന്നെ അങ്ങ് എന്നെ തിരിച്ചയക്കുമോ? അങ്ങ് എന്നെ പാലുപോലെ പകർന്ന് തൈര് പോലെ ഉറ കൂട്ടിയില്ലേ? അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു. അസ്ഥിക്കളും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു. പാല് കട്ടിയായി തൈരുണ്ടാകുന്നത് പോലെ ശുക്ലം കട്ടിയായിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത് എന്നാണ് ഇസ്രായേലിയരുടെ വിശ്വാസം എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ തന്നെ ബൈബിളിൽ കാനോനിക ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും കത്തോലിക്കർ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങളായി അപ്പോക്രിഫ ഗ്രന്ഥങ്ങളായി കരുതപ്പെടുന്ന പഴയ നിയമത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് വിജ്ഞാനത്തിന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് വിസ്ഡം. വിജ്ഞാന പുസ്തകത്തിലെ 7-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി തന്നെ ബീജത്തിൽ നിന്ന് പുരുഷ ബീജത്തിൽ നിന്ന് കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞിനെ ആർത്തവ രക്തം പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാമർശം നമുക്ക് വായിക്കാൻ കഴിയും. ദാമ്പത്യത്തിന്റെ ആനന്ദത്തിൽ പുരുഷബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ചു. 10 മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു എന്നാണ് വിജ്ഞാന പുസ്തകം പറയുന്നത്. പുരുഷബീജത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന ഇയ്യോബിന്റെ പുസ്തകത്തിലെ കാര്യം അതേപോലെ ആവർത്തിക്കുകയും, എന്നാൽ 10 മാസം കൊണ്ട് അമ്മയുടെ രക്തത്താലാണ്, അമ്മയുടെ ആർത്തവ രക്തത്താലാണ് കുഞ്ഞ് പുഷ്ടി പ്രാപിക്കുന്നത് എന്ന കാര്യം പറയുകയുമാണ് ഈ പുസ്തകം ചെയ്യുന്നത്. പാശ്ചാത്യ ചികിത്സാശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നയാളാണ് ഹിപ്പോക്രാറ്റസ്. ക്രിസ്തുവിന് 460 വർഷങ്ങൾക്ക് മുമ്പ് ജനിക്കുകയും 377 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെടുകയും ചെയ്ത ഹിപ്പോക്രാറ്റസ് തന്റെ ഭ്രൂണശാസ്ത്ര വിവരങ്ങൾ, ഭ്രൂണ പരിണാമത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ 3 പുസ്തകങ്ങളിലായിട്ടാണ് പറയുന്നത്. ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പ്രസ്തുത 3 പുസ്തകങ്ങൾ. റെജിമൻ അഥവാ ചികിത്സാശാസ്ത്രം, സീഡ് അഥവാ വിത്ത്, നേച്ചർ ഓഫ് ദി ചൈൽഡ് അഥവാ കുഞ്ഞിന്റെ പ്രകൃതം തുടങ്ങിയ പുസ്തകങ്ങളിൽ അദ്ദേഹം വളരെ വിശദമായി തന്നെ എങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന തന്റെ വീക്ഷണം അവതരിപ്പിക്കുന്നുണ്ട്. അവയെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. എല്ലാ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും അഗ്നിയും ജലവും ചേർന്നാണ് ഉണ്ടാകുന്നത്. ഇതിൽ അഗ്നിയാണ് ഭ്രൂണത്തിന് കാരണമായി തീരുന്നത്. 2, മാതാവും പിതാവും ശുക്ലം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗർഭധാരണത്തിന്റെ സമയത്തല്ലാതെ പിതാവും മാതാവും വിസർജിക്കുന്ന ശുക്ലങ്ങൾ മാതാവിന്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. ഗർഭധാരണക്കാലത്തെ ഈർപ്പത്താൽ ഗർഭാശയരന്ധ്രം ചുരുങ്ങുന്നതിനാൽ രണ്ടുപേരുടെയും ശുക്ലങ്ങൾ അവിടെ തങ്ങുകയും കൂടിച്ചേരുകയും ചെയ്യുന്നു. 3, ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നാണ് ശുക്ലം ഉണ്ടാകുന്നത്. ശക്തമായ ശാരീരിക അവയവങ്ങളിൽ നിന്ന് ബലമുള്ള ബീജവും അശക്തമായ ശാരീരിക അവയവങ്ങളിൽ നിന്ന് അബല ബീജവും ഉണ്ടാകുന്നു. 4, രണ്ടുപേരുടെയും ശുക്ലത്തിൽ സ്ത്രീ ബീജവും പുരുഷ ബീജവും ഉണ്ടായിരിക്കും. 5, ബല ബീജവും അബല ബീജവും എങ്ങനെ യോജിക്കുന്നുവെന്നതിനനുസരിച്ചായിരിക്കും കുഞ്ഞിന്റെ ലിംഗം നിർണയിക്കപ്പെടുക. സ്ത്രീയും പുരുഷനും ഉൽപ്പാദിപ്പിക്കുന്നത് ശക്തമായ ബീജങ്ങളാണെങ്കിൽ അവ കൂടിച്ചേർന്നുണ്ടാകുന്നത് ആൺകുഞ്ഞും, അശക്തമായ ബീജങ്ങളാണെങ്കിൽ അവ കൂടിച്ചേർന്നുണ്ടാകുന്നത് പെൺകുഞ്ഞുമായിരിക്കും. 6, ഒരാൾ ശക്തമായ ബീജവും മറ്റേയാൾ അശക്തമായ ബീജവുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഏത് ബീജമാണോ കൂടുതലുള്ളത് അതിനനുസരിച്ചാണ് കുഞ്ഞിന്റെ ലിംഗം നിർണയിക്കപ്പെടുക. 7, ബീജങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഭ്രൂണത്തിലേക്ക് മാതൃരക്തമെത്തി അത് കട്ടപിടിച്ചുകൊണ്ടാണ് ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ മാംസം വളരുന്നത്. 8, മാംസം വളരുന്നതിനനുസരിച്ച് അവയവങ്ങളെല്ലാം ഒന്നിച്ചാണ് രൂപീകരിക്കപ്പെടുന്നത്. 9,
ആൺകുഞ്ഞിന്റെ അവയവങ്ങൾ വളരാൻ 30 ദിവസങ്ങൾ മതി. പെൺകുഞ്ഞിന്റെ അവയവ വളർച്ചയ്ക്ക് പരമാവധി 42 ദിവസങ്ങളാണ് വേണ്ടത്. ഹിപ്പോക്രാറ്റസിന് ശേഷം പ്രസക്തമായ ഭ്രൂണ ഘട്ടങ്ങളെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നത് മഹാനായ ഗ്രീക്ക് തത്വജ്ഞാനിയായി അറിയപ്പെടുന്ന അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ക്രിസ്തുവിന് മുൻപ് 384 ജനിക്കുകയും 322 മരണപ്പെടുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഓൺ ദ ജനറേഷൻ ഓഫ് ആനിമൽസ്, ജന്തുക്കളുടെ ഉൽപ്പത്തിയെപ്പറ്റി എന്നുള്ള ഗ്രന്ഥത്തിൽ ഭ്രൂണത്തിന്റെ ഉൽപ്പത്തിയെയും ഘട്ടങ്ങളെയും കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. അന്ന് നിലവിലുണ്ടായിരുന്നത് 2 സിദ്ധാന്തങ്ങളാണ്. ഒന്ന് പ്രീഫോർമേഷൻ തിയറി എന്ന് പിൽക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട സിദ്ധാന്തം. ഒന്നുകിൽ ബീജത്തിലോ അല്ലെങ്കിൽ സ്ത്രീയുടെ ആർത്തവരക്തത്തിലോ അല്ലെങ്കിൽ സ്ത്രീയുടെ സ്രവത്തിലോ ഒരു ചെറിയ കുഞ്ഞ് ഒളിച്ചിരിപ്പുണ്ട് എന്നും അത് വളരുക മാത്രമാണ് ഗർഭാശയത്തിൽ വെച്ച് ചെയ്യുന്നത് എന്നുമുള്ള സിദ്ധാന്തത്തെയാണ് പ്രീഫോർമേഷൻ തിയറി എന്ന് പറയുക. എന്നാൽ രണ്ടാമത്തേത് എപ്പിജനസിസ് എന്നറിയപ്പെടുന്ന സിദ്ധാന്തമാണ്. അഥവാ അതനുസരിച്ച് ആർത്തവരക്തം ശുക്ലത്തിന്റെ സാന്നിധ്യത്തിൽ മെല്ലെ കട്ടിപിടിച്ച് അതിൽ നിന്ന് ഓരോ അവയവങ്ങളെല്ലാം രൂപീകരിച്ച് വരികയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ സിദ്ധാന്തം. അരിസ്റ്റോട്ടിൽ എപ്പിജനസ് സിദ്ധാന്തത്തിന്റെ വക്താവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭ്രൂണശാസ്ത്ര പരാമർശങ്ങളെ, ഭ്രൂണഘട്ടങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. പാൽ ഉറകൂട്ടാൻ വേണ്ടി റന്നറ്റ് ഉപയോഗിക്കുന്നത് പോലെ മാതൃശരീരത്തിൽ നിന്നുള്ള സ്രവങ്ങളെ കട്ടിയാക്കുകയാണ് പുരുഷ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന ശുക്ലത്തിന്റെ ധർമ്മം. അതിനാൽ മാതൃസ്രവമാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാന വസ്തു. പാലിനെ കട്ടിയാക്കുക എന്നതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും തന്നെ ഉറ കൂട്ടുന്ന പ്രക്രിയയിൽ റന്നറ്റിന് ഇല്ലാത്തതുപോലെ മാതൃരക്തത്തെ കട്ടിയാക്കുക മാത്രമാണ് ശുക്ലം ചെയ്യുന്നത്. 2, ഇങ്ങനെ കട്ടിയായി തീർന്ന് ഉറകൂടിയ മാതൃരക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഭ്രൂണം മണ്ണിൽ നട്ടുപിടിപ്പിച്ച വിത്ത് വളരുന്നത് പോലെ മെല്ലെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. 3, ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് ഹൃദയമാണ്. 4, ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന രക്തധമനികൾ ശരീരത്തിലാകമാനം വിന്യസിക്കപ്പെടുന്നു. 5, ശരീരാവയവങ്ങളുടെ രൂപീകരണം നടക്കുന്നത് താപത്തിന്റെയും തണുപ്പിന്റെയും പ്രവർത്തന ഫലമായിട്ടാണ്. ചില അവയവങ്ങൾ ഘനീഭവിക്കപ്പെടുന്നത് താപത്താലാണെങ്കിൽ മറ്റ് ചിലവ ഉണ്ടാകുന്നത് തണുപ്പിനാലാണ്. 6, പോഷകാഹാരം രക്തത്തിലൂടെ ശരീരാവയവങ്ങളിലേക്ക് ഒലിച്ചിറങ്ങുമ്പോഴാണ് അതിന്റെ ഒപ്പം തന്നെയുള്ള മാംസം രൂപീകരിക്കപ്പെടുന്നത്. മാംസം രൂപീകരിക്കപ്പെടുന്നതോടെ തണുപ്പ് അതിനെ ഘനീഭവിപ്പിക്കുന്നു. 7, ആന്തരിക താപത്താൽ ദ്രാവകങ്ങൾ ദൃഢമായി തീരുന്നതിനാലാണ് എല്ലുകളും സ്നായുക്കളുമെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവയെ തീ കൊണ്ട് വിഘടിപ്പിച്ച് നശിപ്പിക്കാൻ കഴിയാത്തത്. 8, നാം ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കിയും തണുപ്പിച്ചുമെല്ലാം നിർമ്മിച്ചെടുക്കുന്നത് പോലെ തന്നെ ഗർഭാശയത്തിനകത്തെ ചൂടും തണുപ്പും നമ്മുടെ അവയവങ്ങളെയെല്ലാം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. 9, ചൂടാക്കിയ ദ്രാവകങ്ങൾക്ക് മുകളിലുണ്ടാകുന്ന പാടയെപ്പോലെയാണ് മാംസത്തിന് പുറത്തെ പാടയായി തൊലിയുണ്ടാകുന്നത്. 10, എല്ലാവിധ ഇന്ദ്രിയാനുഭവങ്ങളുടെയും കേന്ദ്രമായ ഹൃദയം രൂപീകരിക്കപ്പെട്ട ശേഷം അതിന്റെ താപഫലമായിട്ടാണ് മസ്തിഷ്കം രൂപപ്പെടുന്നത്. മറ്റു ശാരീരികാവയവങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മസ്തിഷ്കത്തെ പൊതിഞ്ഞുകൊണ്ടുള്ള ശാരീരിക വ്യവസ്ഥകൾ രൂപപ്പെടുന്നത് അതുകൊണ്ടാണ്. ഹിപ്പോക്രാറ്റസിന്റെയും അരിസ്റ്റോട്ടിലിന്റെയുമെല്ലാം ഭ്രൂണ പരിണാമ സിദ്ധാന്തങ്ങളെ ക്രോഡീകരിക്കുകയും തന്റേതായ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത മഹാനായ ശാസ്ത്രജ്ഞനാണ് ഗാലൻ. ക്രിസ്താബ്ദം 129 ജനിക്കുകയും 210 മരണപ്പെടുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഓൺ സെമൻ, ശുക്ലത്തെപ്പറ്റി, ഓൺ ദ ഫോർമേഷൻ ഓഫ് ഫീറ്റസ്, ഭ്രൂണത്തിന്റെ ഗർഭസ്ഥ ശിശുവിന്റെ രൂപീകരണത്തെപ്പറ്റി, ഓൺ ദ നാച്ചുറൽ ഫാക്കൽറ്റീസ്, പ്രകൃതി പ്രഭാവങ്ങളെപ്പറ്റി തുടങ്ങിയ 3 ഗ്രന്ഥങ്ങളിൽ
ഭ്രൂണത്തെക്കുറിച്ചുള്ള തന്റെ വീക്ഷണങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ആ വീക്ഷണങ്ങളെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. ഗർഭാശയത്തിലെത്തുന്ന ശുക്ലമാണ് ജന്തുവിന്റെ രൂപീകരണത്തിന് നിമിത്തമാകുന്ന സജീവമായ തത്വം. 2. 6-ാം ദിവസം ശുക്ലം ഇല്ലാതെയാവുകയും പകരം ഭ്രൂണം വളരാൻ ആരംഭിക്കുകയും ചെയ്യും. ഭ്രൂണ വളർച്ച നടക്കുന്നത് മാതൃശരീരത്തിൽ രൂപപ്പെടുന്ന ആർത്തവരക്തം ശുക്ലത്തെ പോഷിപ്പിക്കുമ്പോഴാണ്. 3. ശുക്ലത്തെ രക്തം പരിപോഷിപ്പിക്കുമ്പോൾ അത് ഒരു മാംസപിണ്ഡമായി തീരുന്നു. ഹൃദയമോ കരളോ മസ്തിഷ്കമോ ഇല്ലാതെ തന്നെ ഈ മാംസപിണ്ഡം നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നു. 4. ശരീരത്തെ ഭരിക്കുന്ന 3 അവയവങ്ങൾ ഒരു നിഴൽ ചിത്രത്തിൽ എന്ന വണ്ണം പ്രത്യക്ഷപ്പെടുന്ന ഘട്ടമാണ് അടുത്തത്. ഈ അവയവങ്ങൾ കൂടുതൽ വ്യക്തതയോടെ ദൃശ്യമാകുന്നതോടൊപ്പം തന്നെ വയറിന്റെ ഭാഗങ്ങളും മെല്ലെ പ്രത്യക്ഷപ്പെടാൻ ആരംഭിക്കുന്നു. 5. ഇതിനുശേഷം ശാരീരിക അവയവങ്ങൾ വേർപിരിയുകയും കൃത്യമായി കാണാനാവുന്ന അവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു. 6. ശരീരത്തിലെ കൊമ്പുകളും ചില്ലകളുമെല്ലാം പ്രത്യക്ഷീഭവിക്കുന്നു. അങ്ങനെ കുഞ്ഞിന്റെ ശരീരം പൂർണ്ണ രൂപം പ്രാപിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭ്രൂണശാസ്ത്ര വിവരങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതിലെല്ലാം തന്നെ ഒരുപാട് അബദ്ധങ്ങളുണ്ട് എന്ന് ഇന്ന് നമുക്കറിയാം. ഈ അബദ്ധങ്ങൾ ഒരെണ്ണം പോലും പരിശുദ്ധ ഖുർആനിൽ സ്ഥാനം പിടിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നിങ്ങൾക്ക് ആർക്കും പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആർത്തവരക്തത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്നുള്ള അബദ്ധം, ആർത്തവരക്തവും പുരുഷബീജവും കൂടിച്ചേർന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന അബദ്ധം, പുരുഷബീജത്തിൽ നിന്ന് മാത്രമായി കുഞ്ഞുണ്ടാവുകയും ആർത്തവരക്തം അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്ന അബദ്ധം, കുഞ്ഞിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളെക്കുറിച്ചുള്ള അബദ്ധങ്ങൾ, പുരുഷനും സ്ത്രീയുമായി തീരുന്നതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അബദ്ധങ്ങൾ, ഇങ്ങനെ ഒരുപാട് നമുക്ക് ഇവിടെയെല്ലാം കാണാൻ കഴിയും. ഇത് ഒന്നും തന്നെ ഒരെണ്ണം പോലും പരിശുദ്ധ ഖുർആനിൽ സ്വാധീനിച്ചിട്ടില്ല. ഇവയിലെ ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ ചിലപ്പോൾ പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളുമായി യോജിച്ചു വരുന്നുണ്ടാകാം. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവയെല്ലാം മുഹമ്മദ് നബി പഠിക്കുകയും ഇതിൽ അബദ്ധങ്ങൾ മുഴുവനും ഇല്ലാതെ സുബദ്ധങ്ങൾ മാത്രമെടുത്ത് ഒരു ഗ്രന്ഥം എഴുതുകയും ചെയ്തു എന്നാണ് വാദമെങ്കിൽ മുഹമ്മദ് നബി ഏത് രൂപത്തിലുള്ള ഒരാളായിരുന്നു എന്ന് ആണ് ഇവർ സങ്കല്പിക്കുന്നത് എന്നാണ് പറയേണ്ടത്. കാരണം ദിവ്യമായ വെളിപാടില്ലാതെ അന്നത്തെ ഗ്രീക്ക് ജ്ഞാനവും ഭാരതീയ ജ്ഞാനവും ഇസ്രായേലരുടെ ജ്ഞാനവുമെല്ലാം പരിശോധിച്ച് അതിൽ സത്യമായത് മാത്രം വേർതിരിച്ച് അസത്യമായതെല്ലാം തള്ളിക്കളഞ്ഞ് അങ്ങനെ വളരെ കൃത്യമായൊരു ഫിൽട്ടറേഷന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിധേയമാക്കി എന്നാണെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ദിവ്യമായ കഴിവുണ്ടായിരുന്നു എന്ന് തന്നെ അംഗീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത്തരമൊരു ഫിൽട്ടറേഷൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് സാധ്യമാകുന്നതായിരുന്നില്ല. അന്നത്തെ കാലത്ത് ഭ്രൂണശാസ്ത്രപരമായ അറിവുകളിലുള്ള അബദ്ധങ്ങൾ ഒന്നും തന്നെ പരിശുദ്ധ ഖുർആനിലില്ല. ഖുർആൻ പൂർണ്ണമായും സത്യസന്ധമായി മാത്രം കാര്യങ്ങൾ പറയുന്നു, ഒരൊറ്റ അബദ്ധവുമില്ലാതെ. അത് തന്നെയാണ് ഖുർആനിന്റെ സവിശേഷത. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലാ വജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും പടച്ചവന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, ധാരാളം അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇല്ല, ഖുർആനിൽ ഒരു അബദ്ധവുമില്ല. അത് അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലെ ഒരു അബദ്ധത്തിന്റെയും ഒരു സ്വാധീനവും ഖുർആനിലില്ല എന്നുള്ളതാണ് വാസ്തവം.